ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ദൈവത്തിന്റെ സ്വന്തമായതിനെ ലോകത്തിന് കൊത്തിപ്പറിക്കാൻ നോക്കിയാലും കിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. നമുക്ക് കാണാൻ സാധിക്കും, ലോകം എങ്ങനെയെങ്കിലും ദൈവത്തിന്റെ സ്വന്തത്തെ കൊത്തിപ്പറിക്കാൻ നോക്കും. സാത്താൻ എങ്ങനെയെങ്കിലും ദൈവത്തിന്റെ സ്വന്തത്തെ ദൈവത്തിൽ നിന്നും അടർത്തിയെടുക്കാൻ നോക്കും. ശരിക്കും ദൈവത്തിന്റെ സ്വന്തമായി മാറിയാൽ, അതിന് നാം വില കൽപ്പിക്കുന്നവരാണെങ്കിൽ, ലോകം എങ്ങനെയെല്ലാം നോക്കിയാലും നമ്മെ ദൈവത്തിൽ നിന്നും കൊത്തിപ്പറിച്ചെടുക്കാൻ പറ്റില്ല. നമ്മെ പഠിപ്പിക്കുന്ന കുറച്ച് വചനഭാഗങ്ങള്, ചില സംഭവങ്ങള് നാം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. എനിക്കറിയാവുന്ന ഒരു സംഭവം, വളരെ അറിയപ്പെടുന്ന പ്രസ്റ്റീജിയസ് ഹോസ്പിറ്റൽ, അവിടെ ജോലി ചെയ്തിരുന്ന ഒരു ഡോക്ടറും ഒരു നേഴ്സും റിസൈൻ ചെയ്തു പോയി. അതിന്റെ കാരണം അവരുടെ വിശ്വാസം, മൂല്യങ്ങൾ, അതിനവർ വില കൽപ്പിച്ചിരുന്നത് കൊണ്ട് ഈ സ്ഥാപനത്തിൽ ജോലി തുടർന്നാൽ അവർക്കതനുസരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റില്ല. മൂല്യങ്ങൾ ബലി കഴിക്കേണ്ടി വരും, വിശ്വാസം ബലി കഴിക്കേണ്ടി വരും. അത് ബോധ്യപ്പെട്ടപ്പോൾ അവര് നല്ല ശമ്പളമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും നോക്കിയില്ല, റിസൈൻ ചെയ്ത് അവിടുന്ന് പോയി. വേറെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ അത് മതി എന്നുള്ള രീതിയിൽ അവിടുന്ന് വിട്ടുപോയി. ഇവർ ശരിക്കും ദൈവത്തിന്റെ സ്വന്തമായതുകൊണ്ടാണ് പണത്തിന് അവരെ കൊത്തിപ്പറിച്ചെടുക്കാൻ പറ്റാതെ പോയത്, ലോകത്തിന് അവരെ കൊത്തിപ്പറിച്ചെടുക്കാൻ പറ്റാതെ പോയത്. മറ്റുള്ളവരുടെ കമന്റുകളോ കാര്യങ്ങളോ അഭിപ്രായങ്ങളോ അതൊന്നും ഇവരെ കൊത്തിപ്പറിച്ചെടുക്കത്തില്ല. കാരണം അതുപോലെ ദൈവത്തിന്റെ സ്വന്തമായി അവർ മാറിയതുകൊണ്ട്. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സാധ്യമായാൽ അത് നമുക്ക് വലിയ നേട്ടമായിരിക്കും. ലോകം ഏതെല്ലാം വിധത്തിൽ നമ്മെ ക്ഷണിച്ചാലും ആ ക്ഷണം സ്വീകരിച്ച് നമ്മൾ പോകത്തില്ല. ദൈവത്തോടൊട്ടി നിൽക്കാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. നമുക്ക് ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില വചനഭാഗങ്ങൾ എടുക്കാം. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 15 മുതൽ എടുക്കുമ്പോൾ ഒരു സംഭവം അവിടെ കാണാൻ പറ്റും. 2 സ്ത്രീകൾ വയറ്റാട്ടികളാണ്. അവർക്ക് രാജാവ് കൊടുത്തിരുന്ന ഒരു നിർദ്ദേശം ആൺകുഞ്ഞുങ്ങളെയെല്ലാം വധിച്ചു കളയുക. പക്ഷെ ഇവർക്ക് വിശ്വാസമുള്ളവരും മൂല്യങ്ങൾ ഉള്ളവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ 2 സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഷിഫ്ര, പൂവ. അവര് ഭയപ്പെട്ടത് രാജാവിനെ അല്ല, അവര് ഭയപ്പെട്ടത് മരണത്തെ അല്ല, അവർക്ക് ദൈവഭയമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ നിരക്കാത്ത ചില കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടും അവരത് ചെയ്തില്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അവർക്ക് വലിയ വിദ്യാഭ്യാസം ഉണ്ടായിട്ടാണോ? ഒന്നുമല്ല. അങ്ങനെ വലിയ വിദ്യാഭ്യാസമുള്ള വ്യക്തികളായിരുന്നില്ല. വെറും ഈ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. എന്തായിരുന്നു അവർ ചെയ്തിരുന്നത്? അവര് സൂതി കർമ്മണികൾ, വയറ്റാട്ടികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സിമ്പിളായിട്ട്. അവർക്ക് വിദ്യാഭ്യാസത്തെക്കാൾ അനുഭവ സമ്പത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരവസ്ഥയിലും അവര് ദൈവഭയത്തിൽ ജീവിച്ചതും മൂല്യങ്ങളെ മുറുകെ പിടിച്ചതും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ക്രിസ്ത്യാനി ദൈവത്തിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ട വ്യക്തി എന്നുള്ള യാഥാർത്ഥ്യമാണ്. ദൈവമക്കളായിട്ട് ക്രിസ്ത്യാനികൾ മാറണം. അതാണ് നമ്മുടെ വിളി. ഇനി അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. അതിന് നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. 2 തീമോത്തി 3-ാം അധ്യായം 12-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് എന്താ? യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. വിളി ഇതാണ്, യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനിയാകുന്നത്. ഈ ഒരു കാര്യവുമായി മുമ്പോട്ട് പോകുമ്പോൾ നാം പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം, നീ പീഡിപ്പിക്കപ്പെടും. ഇങ്ങനെ ഒരു വില കൊടുത്ത് മുമ്പോട്ട് പോകാനാണ് നമ്മുടെ തീരുമാനമെങ്കിൽ ആ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ നഷ്ടധൈര്യരാകില്ല. അതാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രഭാഷകൻ 2:1 മുതൽ വായിക്കുമ്പോൾ, കർത്തൃ ശുശ്രൂഷയ്ക്ക് നീ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോൾ നിനക്ക് പ്രലോഭനങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. അതെല്ലാം പ്രതീക്ഷിച്ച് വേണം ശുശ്രൂഷയ്ക്ക് നീ ഇറങ്ങാൻ. അതാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. യെശയ്യാ 43:1 മുതൽ വായിക്കുമ്പോൾ അവിടെ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. നീ അഗ്നിയിലൂടെ നടക്കുന്ന അനുഭവം ഉണ്ടായേക്കാം, വെള്ളത്തിൽ വീഴുന്ന അനുഭവം ഉണ്ടായേക്കാം. പേടിക്കണ്ട, നീ എൻ്റെ സ്വന്തമാണ്. ഞാൻ നിന്നെ സംരക്ഷിക്കും, നിന്നെ പരിപാലിക്കും, അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, വെള്ളം നിന്നെ മുക്കിക്കളയില്ല എന്നെല്ലാം കർത്താവ് വാഗ്ദാനം ചെയ്യുന്നത് അവിടെ കാണാൻ പറ്റും. ലേവ്യർ 26:12-ാമത്തെ വചനം എടുക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള നമുക്കുള്ള ഒരു ഉടമ്പടിയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറയാണ്, ഞാൻ നിനക്ക് ഏകദൈവമാണോ? ആണെങ്കിൽ നീ എൻ്റെ സ്വന്തമാണ്. ദൈവം നമ്മെ സ്വന്തമായിട്ട് കാണും. അതിന് ദൈവം നമുക്ക് ഏകദൈവം, പല ദൈവങ്ങളിൽ ഒരു ദൈവമല്ല, ഏകദൈവം, സുപ്രീം ഗാഡ്, അത് പാലിച്ചാൽ ദൈവം തന്റെ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2-ാമത്തെ കാര്യം, സ്വർഗം ദൈവത്തിന്റെ സ്വന്തമായവർക്കുള്ളതാണ്. ഇവിടെ അല്പസ്വല്പം ചാരിറ്റി കാണിച്ചോ അല്പസ്വല്പം പ്രാർത്ഥനകളൊക്കെ നടത്തിയോ സ്വർഗത്തിൽ പോകാം എന്നുള്ള വ്യാമോഹം കൊണ്ടു നടക്കരുത്. ശരിക്കും സ്വർഗം ആർക്കുള്ളതാണ്? ദൈവത്തിന്റെ സ്വന്തമായവർക്കുള്ളതാണ്. ഈ ഭൂമിയിൽ ദൈവത്തിന്റെ സ്വന്തം എന്നതുപോലെ ജീവിക്കുന്നവർക്കുള്ളതാണ് മരണാനന്തരം സ്വർഗം. ഏതാനും വചനഭാഗങ്ങൾ എടുത്താൽ 1 യോഹന്നാൻ 5-ാം അധ്യായം 11-ഉം 12-ഉം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? യേശുവിനെ സ്വന്തമാക്കിയവർക്ക് നിത്യജീവനുണ്ട്, സ്വർഗമുണ്ട്. യേശുവിനെ സ്വന്തമാക്കാത്തവർക്ക് നിത്യജീവനില്ല. അതുകൊണ്ട് യേശുവിന്റെ സ്വന്തമായാൽ, യേശുവിനെ സ്വന്തമാക്കാൻ സാധിച്ചാൽ
അവർക്കുള്ളതാണ് സ്വർഗം എന്ന് നമ്മൾ തിരിച്ചറിയണം. യോഹന്നാൻ 14:15 മർക്കോസ് 12:34 എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കൽപ്പനകൾ അറിഞ്ഞും പാലിച്ചും ജീവിക്കുന്നവർക്കുള്ളതാണ് സ്വർഗം. അങ്ങനെ ഒരു നിത്യതയിലേക്ക് പോകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ പഠിക്കണം, അറിയണം, അത് പാലിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. മർക്കോസ് 12:34 എടുക്കുമ്പോൾ വളരെ ബുദ്ധിപൂർവ്വം സംസാരിച്ച ഒരുവനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ബുദ്ധിപൂർവ്വം അവൻ സംസാരിച്ചു. ദൈവം അവനോട് പറഞ്ഞത്, നീ ദൈവരാജ്യത്തിൽ നിന്നും വിദൂരത്തല്ല. അവര് ബുദ്ധിമാനായിരുന്നു, ബുദ്ധിപൂർവ്വം സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. വിദൂരത്തല്ല. ദൈവരാജ്യം സ്വന്തമാക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നീ ചെയ്യണം. ലൂക്കാ 23:43 എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. നല്ല കള്ളനോട് ദൈവം പറഞ്ഞൊരു കാര്യം. കാരണം അവൻ്റെ മാനസാന്തരം, അവൻ്റെ പ്രത്യാശ, വിശ്വാസം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ദൈവം അവിടെ പ്രതിഫലം നൽകുന്നത് കാണാൻ പറ്റും. യോഹന്നാൻ 5:24 വായിച്ചാൽ, എൻ്റെ വചനം കേൾക്കുകയും എന്നിൽ ജീവിക്കുകയും ചെയ്യുന്നവർക്കുള്ളതാണ് നിത്യജീവൻ എന്നുള്ളത് അവിടെയും പറഞ്ഞിട്ടുണ്ട്. അവസാനമായി നമ്മൾ ചിന്തിക്കുന്നത്, ദൈവത്തിൻ്റെ സ്വന്തമായതിനെ ലോകത്തിന് പിടിച്ചെടുക്കാൻ പറ്റില്ല, കൊത്തിപ്പറിക്കാൻ പറ്റില്ല എന്നുള്ളത്, കൊത്തിപ്പറിച്ചാലും അവർക്ക് കിട്ടില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതറിയാൻ ഒരു വചനഭാഗം എടുത്താൽ മതി. ഹെബ്രായ ലേഖനം 11:32 മുതൽ. ഈ വചനഭാഗം വായിക്കുമ്പോൾ ഗിദെയോൻ, ബാറക്, സാംസൺ, ജഫ്ത, ദാവീദ്, സാമുവേൽ, പ്രവാചകന്മാര് എന്നിവരെക്കുറിച്ചെല്ലാം അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസത്തിലൂടെ അവർക്ക് രാജ്യം പിടിച്ചടക്കാൻ പറ്റി. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവർ നീതി നടപ്പാക്കി, വാഗ്ദാനങ്ങൾ അവർ നിറവേറ്റി. വാഗ്ദാനങ്ങൾ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അവർ സ്വീകരിച്ചു. അതിൻ്റെ ഫലമായി ഉണ്ടായ ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. മരണം വരെ അവർ പ്രഹരിക്കപ്പെട്ടു, എന്നിട്ടും അവര് പുനരുത്ഥാനം മുന്നിൽ കണ്ടു. പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗ്രഹവും അവർ കൂട്ടാക്കിയില്ല. എന്നിട്ടാണ് പറഞ്ഞിരിക്കുകയാണ്, അവർ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടിട്ടും അതവർ സഹിച്ചു. ലോകത്തിന് അവരെ സ്വന്തമാക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശുവിൻ്റെ സ്വന്തമായി തീർന്നവരെ ലോകത്തിന് കൊത്തിപ്പറിച്ചെടുക്കാൻ പറ്റത്തില്ല. ഈ ഒരു യാഥാർത്ഥ്യം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. ഒരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത്, ലോകത്തിനും ലൗകിക സുഖത്തിനും അടിമകളായ വ്യക്തികളുണ്ട്, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സർവ്വ നന്മകളുടെയും ഉടയവനും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ വചനം ധ്യാനിച്ച ഞങ്ങളെ വചനം ജീവിക്കുന്നവരും ആ വചനം പ്രചരിപ്പിക്കുന്നവരുമാക്കണമേ. വചനം ആദരിക്കുന്നവർക്ക് ഉത്കർഷം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായ സന്തോഷവും അഭിവൃദ്ധിയും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തരണമേ. അങ്ങയെ സ്നേഹിക്കാനും പരസ്പരം സ്നേഹിക്കാനും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളും പ്രാർത്ഥനാ നിയോഗവും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്ഥലത്ത് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ നാമം ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമ്മൾ ഒന്നിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.